ഭയങ്കര സന്തോഷ കാഴ്ചയാണ് ഇവിടെ. ആകെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി അന്ന് പിഴുതെറിയപ്പെട്ട ചെടികൾ സിജി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് നമുക്ക് പിന്നിലെ ഈ പൂങ്കാവനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സിജിയും ശ്യാമയും നമ്മളോടൊപ്പം ചേരുവാണ്. ആദ്യം കൺഗ്രാറ്റുലേഷൻസ്. അന്ന് പിഴുതെറിയപ്പെട്ട ചെടികളുമായി ഇവിടെ വരുമ്പോ ഇത്രമാത്രം ഭംഗിയുള്ള ഒരു തോട്ടമായി മാറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫിലിപ്പീൻസിലെ വീഡിയോ ഒക്കെ കണ്ടപ്പോ എനിക്ക് ഒരു 100% ഇതുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന്. പക്ഷെ വീട്ടുകാർക്ക് ഉൾപ്പെടെ ഞാൻ ചെയ്യുന്ന എന്തോ ഭ്രാന്തത്തിലാണെന്നും പറഞ്ഞ് എന്നെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവധി ദിവസമൊക്കെ പോയി വലിയ തടിയൊക്കെ എടുത്തിട്ട് വരാൻ നേരത്ത്. പക്ഷെ ഇപ്പൊ കണ്ടു, ഇപ്പൊ ഒരു 100-100ഓളം വലിയ മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് പൂന്തോട്ടമായിട്ട്. ഞാൻ പറയണ്ടല്ലോ, കാണാൻ മാത്രം ഉണ്ട് ഇവിടെ. അതേപോലെ ബൊഗൈൻവില്ല വെച്ച് പല പല മോൾഡൊക്കെ ഇണക്കിയിട്ടുണ്ട്. അതെല്ലാം സക്സസ് ആയി. ഇപ്പൊ ഗംഭീരമാണ്. വ്യാവസായിക അടിസ്ഥാനത്തിലേക്കൊക്കെ നിങ്ങൾ മാറിയല്ലേ? വ്യവസായത്തിൽ വൈഫ് അന്നേരം ഒരു നഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ജോലി സംബന്ധമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ വൈഫ് തന്നെയാണ് ബാക്കിയുള്ള നഴ്സറി പരിപാടിയൊക്കെ ഇട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വൈഫ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുമ്പോൾ തണ്ടുകൾ മാത്രമാണ്, അതിനകത്ത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. ഇപ്പം ഒരു തണ്ടിൽ നിന്ന് തന്നെ പല കളറിലെ പൂക്കൾ, ഭയങ്കര ഭംഗിയാണ് ഇവിടെ. തീർച്ചയായിട്ടും അന്ന് വന്നപ്പോ നമ്മള് ഭയങ്കര ഒരു എഫേർട്ട് എടുത്തു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ വീട്ടിലെ അച്ഛൻ, അമ്മ, ഇവർക്കെല്ലാം ഇതിന്റെ ഏകദേശം 90% പേർക്ക് അറിയാം. എല്ലാവരും ബോഗൺവില്ല കൃഷി ചെയ്യുന്ന ആളുകളായി. തീർച്ചയായിട്ടും. ശ്യാമേ, ഒരു വീട്ടമ്മ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബോഗൺവില്ല ചെടികൾ കൊടുക്കത്തക്ക രീതിയിലേക്ക് ശ്യാമ വളർന്നു. അതെ, തീർച്ചയായിട്ടും. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംരംഭത്തിനോടൊപ്പം നിൽക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൃഷി ഇവിടെ ചെയ്യുമെന്നല്ലാതെ ഇതിന്റെ പരിചരണവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് ഇദ്ദേഹമാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇത് ഇത്രയും ശരണി പറഞ്ഞ പോലെ ഒരു ഗാർഡനായി മാറിയപ്പോഴാണ് ഇത്രയും വലിയ സന്തോഷം തോന്നുന്നത്. പിന്നെ ഒരു സങ്കടമുള്ള ഇപ്പം 80% നമുക്ക് പോയി. കുറെ ആളുകൾ വാങ്ങി. 20% ചെടികളെ ഇവിടെ ഉള്ളൂ. അതിന്റെ ഒരു വലിയ സങ്കടമുണ്ട്. അതാണ് നമ്മൾ അന്ന് ന്യൂസ് 8 ഇവിടെ വരുമ്പോഴേ ഇവര് കൃഷി തുടങ്ങിയിട്ടുള്ളൂ. അതായത് ഈ സിജി ഇവിടെ നടന്ന ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി വെട്ടിമാറ്റപ്പെടുന്ന ചെടികളെല്ലാം ശരിക്കും ഒരു പുനർജീവനം, അതിനെ ഒരു പുതിയ ജന്മത്തിലേക്ക് ആ ചെടികളെ കൂട്ടിക്കൊണ്ടുവരാനാണ് ചെയ്തത്. എല്ലാം കുറെ പഴക്കമുള്ള തണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ തണ്ടുകളൊക്കെയാണ് അന്ന് കൊണ്ടുവന്നത്. അന്ന് കൊണ്ടുവന്നപ്പോ ശ്യാമ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, അന്ന് ശ്യാമ സംസാരിക്കുമ്പോഴും പറഞ്ഞു ഇത് ഭയങ്കര ഒരു എഫേർട്ടാണ്, എത്രമാത്രം വിജയിക്കുമെന്ന് അറിയില്ല. അതെ, തീർച്ചയായിട്ടും. ഇത്രയും കമ്പ് കൊണ്ടുവന്ന് ഇത്രയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഹസ്ബൻഡ് റോഡിന്റെ സൈഡിൽ നിന്നൊക്കെ ഇതും കൊണ്ട് വരുമ്പോ തലയ്ക്ക് വെട്ടാന്നാ തോന്നിയത്. തലയ്ക്ക് വെട്ടാന്നാ തോന്നിയത്. പക്ഷെ ഇപ്പൊ ഇതില് ഒരു പൂവിലെന്താ ഒരു കളർ മാത്രമല്ലല്ലോ, പല കളർ. ആദ്യം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്ന ഒരു 10ഓളം കളേഴ്സുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യമേ പോയി. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴാണ് ഇത് ചെറുതല്ല, ഇത് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി തന്നെയാണെന്ന് മനസ്സിലായത്. ഇപ്പം കേരളം മുഴുവൻ ഈ കഞ്ഞിക്കുഴിയിലെ ബൊഗൈൻവില്ല ഗാർഡനെ കുറിച്ച് അറിയാം. അതാണ് 35,000 രൂപയ്ക്കൊക്കെ വരെ ഒരു ചെടി പോയി എന്നുള്ളതാണ് ഇവര് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കർഷക സർക്കാർ ജോലിയാണ്, പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ അല്ലേ കാർഷിക വൃത്തി ഇപ്പോഴും വിട്ടിട്ടില്ല. ഇല്ല, കൃഷി നമുക്കൊരു പാഷനാണ്. ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നമ്മൾ ക്യാരറ്റൊക്കെ നല്ല രീതി 3 കിട്ടുന്നേക്കാൾ നല്ല വിളവെടുത്താണ്. ഇപ്പൊ സമയക്കുറവുണ്ട്, എങ്കിലും കിട്ടുന്ന ഒഴിവ് സമയമൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഇവരുടെ ഗാർഡനാണ് കാണേണ്ടത്. എങ്ങനെയാണ് ആ കിട്ടിയ തണ്ടുകളെ വികസിപ്പിച്ചെടുത്ത് ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡനാക്കി, ഒരു പൂന്തോട്ടമാക്കി മാറ്റിയെന്ന് നമുക്ക് ശ്യാമ വിവരിച്ചു തരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ഭംഗി ഈ അമ്പല തന്നെ അല്ലെ? ഈ കളറും ഒരു വെറൈറ്റി അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ്, ഒരു 1-2 വർഷമായുള്ളൂ ഈ കളർ റിലീസായിട്ടും തോന്നുന്നു. ഇത് ഫ്ലെയിം റെഡ് എന്നാണ് ഇതിന്റെ ID നെയിം. അന്ന് നമ്മൾ വരുമ്പോ ഈ ഫ്ലെയിം റെഡ് കുഞ്ഞു തൈകളല്ലേ? കുഞ്ഞു തൈകളാണ്. പിന്നെ ഞാൻ ഇതിലൊരു വെറൈറ്റി ആയിട്ട്, നമുക്ക് ഇഷ്ടംപോലെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഇഷ്ടംപോലെ ഭാവനകൾ വരത്തില്ലേ, അതുപോലെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു അമ്പർല ചെയ്ത കൊള്ളാമെന്ന്. അതായത് ചെറിയ അമ്പർലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ, പക്ഷെ ഇത്ര ഒരു 7 അടി ഹൈറ്റിൽ ഒരാൾ, എനിക്കിപ്പോ ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്, ഞാൻ നിന്നെപ്പോലെ എന്റെ തല മുട്ടാത്ത രീതിയിൽ ഒരു 1 മീറ്റർ 1.5 മീറ്റർ ഡയാമീറ്ററിൽ ഒരു 4 ചെയറിടാവുന്ന രീതിയിൽ ഒരു അമ്പർല, അത് ഇന്ത്യയിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കുരി വരെ ഇതിനകത്ത് കൂട് കൂട്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തൈകൾക്ക് വില കൂടുതലല്ലായിരുന്നോ? ഫ്ലെയിം റെഡ് ഒക്കെ ഇപ്പോഴും നല്ല മാർക്കറ്റ്. ഓൺലൈനാണോ വാങ്ങിയെന്ന്? ഞാൻ വാങ്ങിച്ച എല്ലാം ഓൺലൈനാണ്, നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. നല്ല ക്യാഷ്. ആദ്യം ഈ പ്ലാന്റ് റിലീസ് ആകുന്ന നേരത്ത് നല്ല റേറ്റ് ആണ്, ഒരു 5,000 രൂപ റേഞ്ച് വരും. എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ പിന്നെ അത് ജസ്റ്റ് ഒരേ വർഷം ചെല്ലും തോറും പിന്നെ നമ്മൾ വികസിപ്പിച്ചോ, നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തായിരുന്നു, നമ്മളെടുത്തു, പിന്നെ അതൊക്കെ ചെയ്തെടുത്ത്. പിന്നെ നമുക്കൊന്ന് നടന്നു കാണാം ചേട്ടാ. തീർച്ചയായിട്ടും.
ഇതിന്റെ പണ്ട് ആളുകൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മളൊരു പ്രൊപ്പഗേഷനും ഇതിന്റെ ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരുമോ? ഒന്ന് വരൂ. ഇതുണ്ട്, ഇത് നമ്മള് ഈ തണ്ട് ഇതൊന്ന് പ്രഷർ കാണണം. ഈ തണ്ടാണ് ഇവര് ആദ്യം കളക്ട് ചെയ്തത്, എന്നിട്ട് ഈ തണ്ടിൽ ഗ്രാഫ്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ? അതൊന്ന് പറയൂ, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന്? തീർച്ചയായിട്ടും നമ്മളിപ്പോ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നമുക്ക് റൂട്ട് തടി കിട്ടുക. ഈ കടലാസിലുള്ള നാടൻ ചെടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് റൂട്ട് പിടിപ്പിക്കുക. ഏറ്റവും റിസ്ക് റൂട്ട് പിടിപ്പിച്ച് 1 വർഷം വേണം റൂട്ട് പിടിച്ചൊന്ന് ഹെൽത്തി ആകണമെങ്കിൽ. റൂട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏത് കളറാണോ ഇതിൽ ആഡ് ചെയ്യേണ്ടത് ആ കളറിന്റെ ഒരു 4-5 കട്ടിങ്സ് എടുത്ത് നമ്മൾ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പൊ ഈ ശ്യാം, ഇത് ഈ ഇത്രയും ഇങ്ങനെ ബുഷി ആവാനായിട്ട് എത്ര സമയം എടുക്കും? ഏകദേശം ഒരു 1 ഇയർ ഒക്കെ എടുക്കും. 1 ഇയർ എടുക്കും. ഈ ഫ്ലവറിംഗ് അപ്പൊ ഉടനെ തുടങ്ങാറുണ്ടോ? 2 ഹാർഡ് പൂളിംഗ് കഴിഞ്ഞ ശേഷം ഈ ഷേപ്പ് ആകത്തുള്ളൂ. അതായത് നമുക്കൊരു അമ്പർല ഷേപ്പ് ആക്കണമെങ്കിൽ ഒരു 2 വർഷം വേണം. അതായത് ഇതിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്തിങ്ങനെ ഷേപ്പ് ആകത്തില്ല. നമ്മൾ അതിനകത്ത് ഒരു ചെമ്പ് കമ്പയൊക്കെ ചുറ്റി നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് ആ കമ്പി പിന്നെ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓ, അങ്ങനെയാണ്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ തണ്ടുകൾ ഇങ്ങനെ പിടിപ്പിക്കുമ്പോഴേ ഡയറക്റ്റ് പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്നതൊക്കെ? ഒന്നും വേണ്ട, ഹോർമോണോ ഒന്നും അങ്ങനെ ആവശ്യമില്ല. ഇല്ല, തനിയെ പിടിച്ചോളൂ. എത്ര ദിവസത്തിനുള്ളിൽ ഈ തണ്ടുകൾ ഇതിനകത്ത് പിടിച്ച് കയറും? തണ്ടുകൾ ഒരു 15 ദിവസത്തിനുള്ള റിസൾട്ട് അറിയാൻ പറ്റും പിടിക്കുമെങ്കിൽ. നമ്മുടെ സമയം എല്ലാ സന്ദർഭമൊക്കെ ആണെങ്കിൽ പക്കയായിട്ട്. പരാജയപ്പെട്ടിട്ടുണ്ടോ? പിന്നെ പരാജയം ഇത് വിജയം എന്ന് പറയാം. പരാജയമായിരിക്കും ആദ്യം, പിന്നെ അത് വിജയത്തിലൊക്കെ നമ്മൾ എത്തിക്കും. കഠിന ശ്രമം മതി, ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളു. ഇത് ഈ വൈറ്റ് എന്തോ, ഏത് വൈറ്റ്? സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞ് നല്ല ഡിമാൻഡ് ഉള്ള തീർച്ചയായിട്ടും ഒരു 50 ദിവസം നിൽക്കും ഫ്ലവർ. 50 ദിവസം നിൽക്കും ഈ പൂക്കൾ? തീർച്ചയായിട്ടും 50 ദിവസം കഴിഞ്ഞ ഒരു ഫെയ്ഡായി പോകത്തുള്ളൂ. വിരിഞ്ഞു കഴിഞ്ഞാൽ 50 ദിവസം. അപ്പൊ ഈ വേനൽക്കാലത്തുണ്ടല്ലോ ശ്യാമേ, ഈ വേനൽക്കാലത്താണോ ഏറ്റവും കൂടുതൽ ഫ്ലവറിംഗ് വരുന്നത്? അതെ അതെ, കാരണം ചൂട് സൺലൈറ്റ് ആണ് ബൊഗൻവില്ലയ്ക്ക് ഏറ്റവും ആവശ്യം. കാരണം പിന്നെ വേനൽക്കാലത്ത് മുഴുവൻ പൂക്കാലമാണ്. പൂക്കാലമാണ്. ഇത് കണ്ടോ, ഇത് മൾട്ടി കളറാണ് കണ്ടോ. അതായത് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ ചെടികള്? ഭയങ്കര ചെടികൾ കൊടുക്കാൻ സമ്മതിക്കത്തില്ല അല്ലേ? കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ചെടി കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഒരു ചെടി എനിക്ക് തരുമോ? മൈക്കിൽ പറ. ചെടി കൊടുക്കുന്ന ഇഷ്ടമില്ലെന്ന് അവര് പറയുന്നത്. എന്തായാലും അച്ഛന്റെ കൃഷി അമ്മ ആദ്യം പറഞ്ഞത് ഇത് അച്ഛന്റെ ഭ്രാന്താണെന്നാണ് പറയുന്നത് അല്ലെ? സിജിയുടെ ഭ്രാന്താണെന്നാണ് ആദ്യം പറഞ്ഞത്. കാരണം സിജി ഓരോ സ്ഥലത്ത് പോയി ഹൈവേയുടെ സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ വെട്ടിക്കളയുന്ന മരങ്ങളിലെ തണ്ടുകളെല്ലാം കളക്ട് ചെയ്യും. ഓട്ടോറിക്ഷയിലൊക്കെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ ഇതും കൊണ്ടല്ലേ? അത് കണ്ടുവെക്കുമായിരുന്നു പണ്ട്. അതായത് ഏതെങ്കിലും സ്ഥലത്ത് പൊളിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് മാറ്റുന്നുണ്ടെങ്കിൽ ആ സ്ഥലം നോക്കിയിട്ട് പിന്നെ ഞായറാഴ്ച ദിവസം ഓട്ടോ പിടിച്ചു പോകും അല്ലേ? തീർച്ചയായിട്ടും അവധി ദിവസം കിട്ടുന്ന ദിവസമൊക്കെ വണ്ടിയും പിടിച്ചു പോയി അങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അന്ന് ആരും സപ്പോർട്ടില്ലായിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാം ഫുൾ സപ്പോർട്ടാണ്. എനിക്കിപ്പോ ഒന്നും ചെയ്യേണ്ട, അവര് ബാക്കിയെല്ലാം വീട്ടുകാരെന്നെ നോക്കിക്കൊള്ളുന്നു. അന്ന് നമ്മുടെ വാർത്ത വന്നിട്ട് ഗുണം ചെയ്തിരുന്നു. ഓ തീർച്ചയായിട്ടും. എത്ര പേരാ വിളിച്ചത് ഈ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് അറിയാനും എന്നെ കൊണ്ട് അറിയാവുന്ന രീതി ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു, സമയം കിട്ടുന്ന രീതി. പിന്നെ തീർച്ചയായിട്ടും ഇത് അതുകൊണ്ട് ഇത്രയും പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പം ലേഡീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു ഒരാള് ഒരു പാഷൻ പിന്നീട് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറ്റി അവരത് സക്സസ് ആക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പൊ ശ്യാമയ്ക്ക് ഒരു വരുമാന മാർഗത്തിലേക്ക് ഇത് എത്തിയല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെ പോകുന്നു ഈ സന്തോഷ കാഴ്ചകൾ എന്നുള്ളതാണ്. ഒരുപാട് പൂക്കൾ കാണാനുണ്ട്, ഒരുപാട് വെറൈറ്റികൾ കാണാനുണ്ട്. ഈ വലിയൊരു സന്തോഷം. നമ്മൾ 1 വർഷം മുമ്പ് വരുമ്പോ ഇത് ഇങ്ങനെയൊന്നും ആയിട്ടില്ലായിരുന്നു. 1-2 ചെടികളല്ലേ പല കളറിൽ ഫ്ലവർ ചെയ്ത് 19 കളർ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയില്ലേ അന്ന്? അന്നൊരു 12 ഉണ്ടായിരുന്നു. 12 കളർ ഒരുമിച്ച് പൂത്തിട്ടില്ലായിരുന്നു. അതാ നമുക്ക് അന്ന് ഇതേക്കുറിച്ച് അത്ര നമ്മൾ പാഠം ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ആ സ്റ്റഡി ചെയ്ത് ഒരേ ഇനം വെച്ച് അങ്ങ് ചെയ്യണമെങ്കിൽ എല്ലാം. പിന്നെ ഒരു വളമൊക്കെ എങ്ങനെയാ? വളം എന്ന് വെച്ചാൽ നമ്മള് രാസവളമുണ്ട്, ജൈവവളമുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്താ ചെയ്യുന്നത്. എന്താ കൊടുക്കുന്ന ജൈവവളമായിട്ട് കൊടുക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിണ്ണാക്കും കൂടി പൊളിപ്പിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ NPK യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ DAP യൂസ് ചെയ്യുന്നുണ്ട്. ഇത്ര മതി. പിന്നെ സൺലൈറ്റും, പിന്നെ വെള്ളം അധികം ആകരുത്. അധികം വെള്ളം പാടില്ല. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഉച്ചസമയമായതുകൊണ്ടായിരിക്കും അല്ലേ? ചെടി ഇച്ചിരി വാട്ടം വേണം. ഇപ്പൊ എങ്ങനെ നനക്കുന്ന? 1 ലിറ്റർ വെള്ളം മതി ഒരു പോട്ടിന് ഒരു ദിവസം. ഇത്രയും വലിയ ബോട്ടിനും 1 ലിറ്റർ മതി. ഇപ്പൊ ചെടിയുടെ ഉച്ച കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ലീഫ് കൂടും, ഫ്ലവർ ഉണ്ടാകത്തില്ല. ഇതിന് തണ്ടുകളൊക്കെ പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ എന്താ ചെയ്യണ്ടേ? സൺലൈറ്റ് മതി. പിന്നെ നമ്മൾ തണ്ടുകളൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ? ഇപ്പൊ വേണ്ട. ഇപ്പൊ ഈ പൂക്കാനുള്ള ടെൻഡൻസിയാണ് ഈ വേനൽക്കാലത്ത്. മഴക്കാലത്ത് മാത്രമാണ് പ്രൂൺ ചെയ്യേണ്ടത്. ഇപ്പം ഒരു ബൊഗൈൻവില്ല ട്രെൻഡാണ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട്. കേരളം മൊത്തം യാത്ര ചെയ്യുമ്പോൾ അറിയാം, നഴ്സറികളിലൊക്കെ ഭയങ്കര. അന്നേരം നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ചെടിയൊക്കെ വിട്ട് വേറെ എങ്ങും ഇല്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ വർഷം ഇതേപോലെ ചാനൽ വന്നതുകൊണ്ട് ഇഷ്ടംപോലെ പേര് എന്നെ വിളിച്ച്
പേഴ്സണായിട്ട് വിളിച്ചിട്ട് ഗ്രാഫ്റ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് കിട്ടാവുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ സക്സസ് ആയിട്ട് ചെയ്തിട്ട് ഫോട്ടോ ഇട്ട് വരുന്നുണ്ട്. അന്നേരം നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ കൊണ്ട്. അതാണ് സിജിയുടെയും ശ്യാമയുടെയും ഒരു പ്രത്യേകത. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അവരെല്ലാവർക്കും പങ്കുവച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇങ്ങനെയല്ല, അല്ല വിദേശത്താണ് കൂടുതലായും ഇത്തരത്തിലൊരു കൃഷി രീതി ഉണ്ടായിരുന്നത്. ഫിലിപ്പീൻസിലാണ് കൂടുതലും ചെയ്യുന്നത്. കൃഷി ബോഗൺവില്ലയിൽ ഇങ്ങനെ ഒരു ഗ്രാഫ്റ്റിംഗ് മെത്തേഡൊക്കെ ഉണ്ടായിരുന്നത് പുറത്തല്ലേ കൂടുതലും? തായ്ലൻഡ്, ഫിലിപ്പീൻസ് ഒക്കെ ഞാൻ സാധാരണ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. യൂട്യൂബിൽ കാണാനല്ലേ പഠിച്ചത്? അതെ ആ കോവിഡ് സമയത്തൊക്കെ കണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യയിലൊന്നും ഞാൻ പറയില്ല ഇതേപോലെ ഒരു അംബർല ഒന്നും ഇല്ല. തീർച്ചയായിട്ടും നല്ല ഭംഗിയുണ്ട് ആ പൂ. അംബർല ഇല്ല. അതായത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഇത്ര ഹൈറ്റിലും ഇത്രയും ഭംഗിയായിട്ടൊരു, ഞാൻ ഇപ്പം ഇന്ത്യൻ ബൊഗൈൻവില്ല ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അവരൊന്നും ഇവിടെ ഇന്ത്യയിൽ ഇല്ലെന്നാ പറയുന്നത്. എന്നാ പിന്നെ എന്നോട് സംസാരിക്കുന്നവരൊക്കെ ചൈന, തായ്ലൻഡ് വലിയ ഒരു അംബർല അല്ലേ? അതെ. എന്തായാലും ഇത് കണ്ടോ, ഈ തണ്ട് കണ്ടോ, ഒരുപക്ഷെ 1.5 വർഷം മുമ്പ് അന്ന് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അന്ന് ഒരുപക്ഷെ മണ്ണടിഞ്ഞു പോകണ്ട അല്ലെ, വെട്ടിമാറ്റി ഉപേക്ഷിച്ച തണ്ടുകളാണ്. ആ തണ്ടുകളൊക്കെയാണ് ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ പ്രകൃതിയെ സ്നേഹിച്ചു, ഒപ്പം തന്നെ അതങ്ങനെ വെട്ടിമാറ്റപ്പെട്ട ആ ചെടികളെ അവർ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതും പ്രത്യേകത. എന്തായാലും 1 വർഷം മുമ്പ് നമ്മൾ വരുമ്പോൾ ഉള്ള കാഴ്ചയിൽ നിന്നും അത് കൂടുതൽ വിപുലപ്പെട്ട് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സിജിക്കും ശ്യാമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും ഈ സന്തോഷ കാഴ്ചകൾ ഇനിയും നമുക്ക് കണ്ട് മടങ്ങി വരാം. എന്തായാലും എല്ലാവരും ഇവരിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഓക്കെ, ആലപ്പുഴയിലെ ബൊഗൻവില്ല